അപ്പോൾ ഇതൊരു അടിപൊളി പോർക്ക് റോസ്റ്റിൻ്റെ വീഡിയോ നമുക്ക് നോക്കിയാലോ. അപ്പോൾ വീഡിയോ പിടിച്ചു നമുക്ക് നോക്കാം. വെൽക്കം ടു അവർ ചാനൽ. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു 1/2 കിലോ പോർക്കാണിത്. അതിലേക്ക് ഉപ്പ്, സവാള, വേപ്പില, പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്. ഇത് ഞാൻ റെഡിമെയ്ഡ് അല്ല ചേർത്തിരിക്കുന്നത്, സെപ്പറേറ്റ് ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ശേഷം നമുക്ക് കശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഈ കശ്മീരി മുളക് പൊടിയോട് കൂടെ നിങ്ങൾക്ക് സാധാ മുളക് പൊടി ആഡ് ചെയ്യണമെങ്കിൽ വറുത്തെടുക്കുന്ന സമയത്ത് അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവ മൂന്നുമാണ് ചേർത്തിരിക്കുന്നത്. ഇത് ഒന്ന് കരിഞ്ഞു പോവാത്ത രീതിയിൽ വേണം നിങ്ങൾ വറുത്തെടുക്കാനായിട്ട്. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് വറുത്തെടുക്കുന്നതിനകത്തേക്ക് ഇടണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സെപ്പറേറ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ. എന്തായാലും പൊടികളൊന്ന് വറുത്തെടുത്ത് നിങ്ങൾ ഈ ഒരു കറി ഉണ്ടാക്കി നോക്ക്, അടിപൊളിയായിരിക്കും. ഓക്കെ, അതിനുശേഷം കുറച്ച് ഗരം മസാല, വെളിച്ചെണ്ണ ഇവ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത്, വെള്ളം നിങ്ങൾ ഒത്തിരി കൂടി പോകാത്ത രീതിയിൽ വേണം ഒഴിക്കാൻ കേട്ടോ, അല്ലെങ്കിൽ ഒത്തിരി ഇതിനകത്തേക്ക് ഗ്രേവി ആയി പോവും. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എടുക്കുന്ന പോർക്ക് എന്ന് പറയുന്നത് വേവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എനിക്കിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിലിൽ പോർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇത് വേവിച്ചെടുക്കുക. ഒത്തിരി വെന്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പോർക്ക് റോസ്റ്റാക്കി എടുക്കുമ്പോഴും പിന്നെ ഒത്തിരി ഇതാക്കുമ്പം അതിനകത്ത് ഒരു ടേസ്റ്റ് നമുക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, അതിനുശേഷം നമുക്കിത് റോസ്റ്റാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു പിഞ്ച് ഉലുവ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് കടുക് ചേർക്കുന്നവരുണ്ട്, ഞാനിവിടെ കടുക് ചേർക്കുന്നില്ല. ഒരു പിഞ്ച് ഓഫ് ഉലുവയാണ് ചേർത്തിരിക്കുന്നത്. വീണ്ടും പറയുകയാണ്, ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് വെളുത്തുള്ളി, സവാള, പച്ചമുളക്, വേപ്പില ഇത്രയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. നമുക്കിവ ഒന്ന് ചേർത്ത് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ സവാള കരിഞ്ഞു പോകരുത് കേട്ടോ, ഞാൻ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അതിനുശേഷം ഞാനിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന ആ പൊടി തന്നെയാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ഇപ്പോൾ സെപ്പറേറ്റ് ഇതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളൊന്ന് വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വറ്റൽ മുളക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉലുവ പൊട്ടിച്ചതിന് ശേഷം ആഡ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അത് ചേർത്ത് നമുക്കൊന്ന് ഒത്തിരി ഇട്ട് നമ്മൾ സാധാ മുളക് പൊടി ഇട്ട് വഴറ്റുന്ന പോലെ വഴറ്റുന്നത്. കാരണം ഓൾറെഡി പൊടി വറുത്തതായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതാവും. ഒത്തിരി ഇട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. പിന്നെ എപ്പോഴും ഇത് ലോ ഫ്ലെയിമിലായിരിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പൊടി ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, നമ്മുടെ കറിയിൽ ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത്. പിന്നെ പോർക്കിൻ്റെ ഉപ്പ് നോക്കണം, അതിൽ ഉപ്പ് കൂടുതലാണോ എങ്ങനെയാണ് നോക്കിയിട്ട് വേണം കേട്ടോ ഉപ്പ് ആഡ് ചെയ്യാൻ. എനിക്ക് പോർക്കിൽ ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് 2 രീതിയിൽ പോർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ മീൻസ് വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ഡയറക്റ്റ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം അതിനകത്ത് ഗ്രേവി നോക്കിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ആദ്യമേ തന്നെ പോർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഗ്രേവിയിൽ നിന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഗ്രേവി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ഗ്രേവി ഫുള്ള് വേണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ ഗ്രേവി ഫുൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പം വെള്ളമൊക്കെ കൂടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തമാണ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ ഒത്തിരി ഇത് റോസ്റ്റായി വരാനായിട്ടും ഒത്തിരി സമയം എടുക്കുമല്ലോ. അപ്പോൾ പോർക്ക് ഒത്തിരി വെന്ത് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അത് നോക്കിയിട്ട് വേണം ഞാനിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം എനിക്ക് ആ ഒരു ഗ്രേവി ഓക്കെ ആണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ ഗ്രേവി ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം പിന്നെ ഞാനിവിടെ ഇതിനകത്തേക്ക് 3 പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ഞാനിവിടെ പെരുംജീരകത്തിൻ്റെ പൊടിയല്ല, പെരുംജീരകം ഒന്ന് ക്രഷ് ചെയ്തതാണ്. നിങ്ങൾക്ക് പൊടിയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഞാനിവിടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പെരുംജീരകം, കുറച്ച് കുരുമുളക് പൊടി ക്രഷ് ചെയ്തത്, പൊടിയാക്കിയാലും കുഴപ്പമൊന്നുമില്ല, ക്രഷ് ചെയ്ത കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല ഇവ 3ഉമാണ് ഞാൻ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ചേർത്ത് പിന്നെ കുരുമുളക് പൊടി വീണ്ടും നിങ്ങൾക്ക് റോസ്റ്റ് ഒന്നായി വരുന്ന സമയത്ത് കുറച്ചുകൂടെയൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പം ഇതൊന്ന് റോസ്റ്റായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പോർക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പൊറോട്ടയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. പിന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കില്ല. എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് എന്താ പറയുക, എല്ലാം ഒന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പം അതിൻ്റേതായ ഒത്തിരി മിസ്റ്റേക്കുകൾ കാണും. അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വരും വീഡിയോസിൽ അതൊക്കെ മാക്സിമം തിരുത്തി പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പോർക്ക് റോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കണം. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഒന്ന് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പം എന്താ പറയുക, ഒത്തിരി സന്തോഷം. എനിക്ക് 45 സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഉണ്ട്. അപ്പം എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് വരും ദിവസങ്ങളിൽ പുതിയ പുതിയ റെസിപ്പീസായിട്ട് കാണാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.